ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. ഇന്നലത്തെ വീഡിയോക്കാരുടെ സ്വരം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടില്ലേ? ആരോഗ്യം ബെറ്ററായി വരുന്നു കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകം നന്ദി കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാനായിട്ട്, 2 ധ്യാനങ്ങളെ കുറിച്ച് അറിയിക്കാനായിട്ടുണ്ട്. ഒന്ന്, ജനുവരി 12 മുതൽ 17 വരെ വൈദികരുടെ ധ്യാനം അട്ടപ്പാടി വെച്ച് നടക്കുന്നുണ്ട്. ഞാനൊരു കാർഡ് ഇടുന്നില്ല, ഓൾറെഡി അത് നിങ്ങൾക്ക് ഓൾറെഡി ഡേറ്റ് ഓർത്ത് വെച്ചാൽ ജനുവരി 12, 17 പരിചയം ഉള്ള അച്ഛന്മാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കുന്നതല്ലായിരിക്കും കേട്ടോ. ജനുവരി 12, 17. പിന്നെ ഉള്ളത് ജനുവരി 20, 21, 22, 23 ജനുവരി 20, 23 നമുക്ക് ഓസ്ട്രേലിയയിൽ മെൽബണിൽ വെച്ചിട്ട് പിന്നെ ഒരു ഫാമിലി കുടുംബ വിശുദ്ധീകരണ ധ്യാനമുണ്ട്. നമ്മൾ UK നടന്ന പോലെ UK ഹൗസ്ഫുള്ളായിരുന്നു. അപ്പോൾ ആ ധ്യാനത്തിലേക്ക് നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഇനിയും ആരെങ്കിലും അവിടെ ഓൾറെഡി നിലവിലുള്ള ബുക്ക് കഴിഞ്ഞിട്ട് പക്ഷേ ആൾക്കാർ കൂടുതൽ വരുന്നുള്ളതുകൊണ്ട് വീണ്ടും നമ്മുടെ താമസക്കാരും വീണ്ടും അത് അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയും ഞാനിക്ക് വരാണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം. നിങ്ങൾ അതിൽ AFCM ഓസ്ട്രേലിയ കോൺടാക്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ കേരളത്തിലുള്ളവർ ഓസ്ട്രേലിയ ഉള്ളവരൊന്ന് അറിയിക്കാം. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഞാനിങ്ങനെ പറയുമ്പോൾ നമ്പർ ബുക്കിംഗ് കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനിയും പലരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണല്ലോ. നിങ്ങൾ ഒന്നുകൂടെ ലാസ്റ്റ് ഒരു ഉത്സാഹം നടത്തിയാലോ അല്ലേ? താമസമുള്ള ധ്യാനം കൂടെ വലിയ ദൈവാനുഗ്രഹമായിരുന്നു. UK അതുപോലെ ദൈവത്തിൻ്റെ ഇടപെടലുകളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ക്ഷണിക്കുന്നു കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മോറം ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന ഇതാണ്. അതായത് ജീവിതത്തിൽ കടുത്ത നിരാശയിലൂടെ പോകുന്നവർ, വിഷമത്തിലൂടെ പോകുന്നവർ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതായത് ജീവിക്കണം താല്പര്യമില്ല, ജീവിതം അങ്ങോട്ട് മടുത്തു, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. പ്രത്യാശ നഷ്ടപ്പെട്ടവർ, അത് വളരെ ഒരു ഗൗരവതരമായ അവസ്ഥയാണ്. ഒരു രോഗത്തേക്കാൾ അല്ലേ, ഒരു എന്തിനേക്കാളും പ്രത്യാശ ഉണ്ടെങ്കിൽ കയറിപ്പോരും. അതല്ലേ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പ്രത്യാശ എന്നാണ്. അതുകൊണ്ടാണ് റോമാലയങ്ങളുടെ വചനം പഠിപ്പിക്കുന്നത്, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രത്യാശ നഷ്ടപ്പെട്ട എല്ലാ മനുഷ്യർക്കും വേണ്ടി നമുക്ക് വലിയൊരു പ്രാർത്ഥനാ സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാണ്. വലിയൊരു സപ്പോർട്ട് കൊടുക്കണം. അത് വലിയ അനുഗ്രഹമോ. ആ പ്രയർ സപ്പോർട്ട് കിട്ടുമ്പോൾ അങ്ങനെ കടന്നു പോകുന്ന എത്ര മനുഷ്യരും കയറിപ്പോരും അല്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യാൻ നന്മ ചൊല്ലി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങൾ, ജീവിതത്തെ നമുക്കൊരു അർത്ഥം കണ്ടെത്താൻ പറ്റിയാലാണ് പ്രതിസന്ധികളൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റുള്ളേ. സ്വർഗത്തെക്കുറിച്ച്, സഹനത്തെക്കുറിച്ചൊക്കെ ഒരു ബോധ്യം കിട്ടിയാലേ പറ്റുള്ളത്. ഈശോ തന്നെ തുറന്നു കൊടുക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് അധ്വാന ഫലം അനുഭവിക്കണമെങ്കിൽ എന്നുള്ളതാണ്. സമാനമായ തലക്കെട്ട് വേറെ പല വചനങ്ങൾക്ക് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാരുണ്ട് അല്ലേ, 2 പേർക്കും ജോലിയുണ്ട്, പക്ഷേ കാര്യമായിട്ട് പൈസയൊന്നും ബാക്കിയല്ല. പൈസ എവിടെ പോയെന്ന് ഇതില്ല, പട്ടിയിലെടുത്ത് വേണം ചോർന്നു പോകും എന്ന് പറയുന്നത് പോലെയൊക്കെ ഒരവസ്ഥയിലാണ്. എൻ്റെ പറയുമ്പോൾ 128 സങ്കീർത്തനത്തിൽ 1, 2 തിരുവചനങ്ങളാണ്. അവിടെ വചനത്തിൽ വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അതായത് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാന്മാർ എന്നാണ്. ഭാഗ്യവാന്മാർ എന്നിട്ട് പറയുകയാണ്, നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ കൈവരും. നല്ല വചനമാണ്. അപ്പം അതുകൊണ്ട് ദരിദ്രരെ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി സഹിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗ്യവാന്മാർ എന്ന് പുതിയ നിയമത്തിൽ പല വചനങ്ങളും പറയുന്ന പോലെ മറ്റൊരു ഭാഗ്യവാനെ കുറിച്ച് പറയുകയാണ്. ഒന്ന്, കർത്താവിനെ ഭയപ്പെടുന്നവൻ, ദൈവഭയമുള്ളവൻ. അങ്ങനെ ദൈവഭയം മാത്രം പോരാ. ഞങ്ങൾക്ക് മറ്റൊരു ആവശ്യം പറഞ്ഞതുപോലെ, അതായത് ശരിക്കും അതിനേക്കാൾ ഉപരി ഒരു സംഭവം, അതിനേക്കാൾ ഉപരിയല്ല, ഒരു മോറൽ പവറും കൂടെ നമുക്ക് വേണം. അതാണ് കർത്താവിൻ്റെ വചനം കാക്കണം. അതാണ് അവിടുത്തെ വഴികളിൽ നടക്കുക എന്ന് പറഞ്ഞാൽ വചനമാണ്. അവിടുത്തെ വഴി വചനമാണ്. അപ്പോൾ അവിടുത്തെ വഴി അല്ലെങ്കിൽ സഹനം അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. അപ്പോൾ അവിടുത്തെ വഴികൾ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാന്മാർ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയപ്പെട്ട സഹോദരങ്ങളെ അടുത്ത വാക്യം പറയാണ്, അങ്ങനെയുള്ളവർക്കൊരു പ്രത്യേകത, നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. അപ്പോൾ പലപ്പോഴും അധ്വാന ഫലം അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ദൈവഭയം ഇല്ലാത്തതിൻ്റെയും അതേപോലെ തന്നെ വചനലംഘനങ്ങൾ. ചിലപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അഹങ്കാരം പുറമെ നോക്കുമ്പോൾ വലിയ പാപമൊന്നും അല്ലതാനും, പക്ഷെ അഹങ്കാരം ഉള്ളിലുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യും? ഈ അധ്വാന ഫലം നഷ്ടപ്പെടുത്തു പോകും. നാവിൻ്റെ ഭാവം അധ്വാന ഫലം നഷ്ടപ്പെടുന്നതാണ്. അതെങ്ങനെയാണ്? സഭാപ്രസംഗമല്ല നിന്റെ ഓർമ്മ. അതായത് നാവിൻ്റെ പാപം നിന്റെ അധ്വാന ഫലം നഷ്ടപ്പെടുത്തി കളയുന്ന വചനമുണ്ട്. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, നാവിൻ്റെ ഫലം ദൈവത്തിലുള്ള സ്തോത്രഗീതമാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മൾ വലിയ ദൈവകൽപ്പന ലംഘിക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയില്ല, പക്ഷെ അധ്വാന ഫലം അനുഭവിക്കുകയില്ല. അതാണ് പ്രശ്നം. വചനം കാക്കുന്നു നിന്റെ അധ്വാന ഫലം നീ സന്തോഷമായിരിക്കും. കാര്യം നമുക്ക് ഞെരുക്കമുണ്ട്, പ്രശ്നമുണ്ട്, പക്ഷെ നമുക്ക് നല്ലൊരു സന്തുഷ്ടമായിരിക്കും.
നിനക്ക് നന്മ കൈവരും. ആത്യന്തികമായിട്ട് നമുക്ക് നന്മ കൈവരുകയും ചെയ്യും അല്ലേ? ഈ വചനം നിങ്ങൾ ഒരുപാട് പേരെ ആശ്വസിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഇത് പ്രാവശ്യം വീഡിയോ എടുത്തവർ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിപ്പോയി, സോറി. അവരെന്തൊക്കെയോ അതുകൊണ്ടാണ്, ശ്രദ്ധിക്കുക, അങ്ങോട്ട് പെട്ടെന്ന് ശ്രദ്ധ മാറിപ്പോയതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, കർത്താവെ ആരാധന, പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്ന കർത്താവെ. ഇപ്പോൾ വിശുദ്ധ കുരിശിനാൽ ഈ സമൂഹത്തെ മുഴുവൻ ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ 10,000-ങ്ങളെ ആശീർവദിക്കുകയാണല്ലോ. 10,000-ങ്ങളല്ലല്ലോ കർത്താവ്, ലക്ഷങ്ങളല്ലല്ലോ, ലക്ഷങ്ങളോളമാണല്ലോ കർത്താവെ ആശീർവദിക്കുമ്പോൾ. എൻ്റെ പിതാവേ, എൻ്റെ കർത്താവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഇപ്പോൾ അത്ഭുതകരമായി അനുഗ്രഹിക്കണമേ. ഈശോയുടെ നാമത്തിൽ എല്ലാ ദുഷ്ടാരൂപങ്ങളും ബന്ധിക്കുന്നു കർത്താവ്. പ്രത്യേകിച്ച് ആശീർവാദം നൽകുമ്പോൾ എൻ്റെ കർത്താവായ ദൈവമേ, ജീവിതത്തിലെ കടുത്ത നിരാശയിലൂടെ, വിഷമത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിൽ നിന്ന് നിരാശ യേശു നമ്മൾ ബന്ധിക്കുന്നു. പ്രത്യാശയുടെ അഭിഷേകം ശക്തമായി നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.